നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര പാലുണ്ട്? നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണയുണ്ട്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? അതുപോലെ തന്നെ ഈ കപ്പുകൾക്ക് എത്രയാണ് എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ അനവധി തവണ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലേ. എന്നാൽ ഇതിന്റെ ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് കണ്ടെത്താൻ നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അല്ലേ. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? എന്താണ്? നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര പാലുണ്ട്? ഹൗ മച്ച് മിൽക്ക് ഡു യു ഹാവ്? എന്താണ്? ഹൗ മച്ച് മിൽക്ക് ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണയുണ്ട്? ഹൗ മച്ച് ഓയിൽ ഡു യു ഹാവ്? എന്താണ്? ഹൗ മച്ച് ഓയിൽ ഡു യു ഹാവ്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ് അല്ലേ. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഈസ് ദർ എനി ഡിസ്കൗണ്ട്? എന്താണ്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഈസ് ദർ എനി ഡിസ്കൗണ്ട്? ഈ കപ്പുകൾക്ക് എത്രയാണ്? ഹൗ മച്ച് ആർ ദീസ് കപ്സ്? എന്താണ്? ഹൗ മച്ച് ആർ ദീസ് കപ്സ് ഫോർ? എന്താണ്? ഈ കപ്പുകൾക്ക് എത്രയാണ്? ഹൗ മച്ച് ആർ ദീസ് കപ്സ് ഫോർ? കണ്ടോ, വളരെ സിമ്പിൾ. നമുക്ക് മനസ്സിലായില്ലേ? ഒന്നുകൂടെ നോക്കി നോക്കാം അല്ലേ. എന്താണ്? നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ഹൗ മച്ച് മണി ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര പാലുണ്ട്? ഹൗ മച്ച് മിൽക്ക് ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിൽ എത്ര എണ്ണയുണ്ട്? ഹൗ മച്ച് ഓയിൽ ഡു യു ഹാവ്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഈസ് ദർ എനി ഡിസ്കൗണ്ട്? എന്താണ്? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ അല്ലേ. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? ഈസ് ദർ എനി ഡിസ്കൗണ്ട്? ഈ കപ്പുകൾക്ക് എത്രയാണ്? ഹൗ മച്ച് ആർ ദീസ് കപ്സ് ഫോർ? എന്താണ്? ഹൗ മച്ച് ആർ ദീസ് കപ്സ് ഫോർ? കണ്ടോ, വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലായില്ലേ. ആ ഷർട്ടിന് എത്രയാണ്? ഈ പാൻസിന് എത്രയാണ്? പാലിന്റെ വില എത്രയാണ്? ആ കപ്പുകൾക്ക് 600 രൂപയാണ്. ഈ പാവാടയ്ക്ക് 500 രൂപയാണ് എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കാറുണ്ടല്ലോ. ഇത് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷിലേക്ക് ഒന്ന് മാറ്റിയാലോ? നോക്കി നോക്കാം അല്ലേ. ആ ഷർട്ടിന് എത്രയാണ്? ഹൗ മച്ച് ഈസ് ദാറ്റ് ഷർട്ട് ഫോർ? എന്താണ്? ഹൗ മച്ച് ഈസ് ദാറ്റ് ഷർട്ട് ഫോർ? ഈ പാൻസിന് എത്ര രൂപയാണ്? ഹൗ മച്ച് ആർ ദീസ് പാൻസ് ഫോർ? എന്താണ്? ഹൗ മച്ച് ആർ ദീസ് പാൻസ് ഫോർ? പാലിന്റെ വില എത്രയാണ്? ഹൗ മച്ച് ഈസ് ദിസ് മിൽക്ക് ഫോർ? എന്താണ്? ഹൗ മച്ച് ഈസ് ദിസ് മിൽക്ക് ഫോർ? ആ കപ്പുകൾക്ക് 600 രൂപയാണ്. ദോസ് കപ്സ് ആർ ഫോർ rupees 600. എന്താണ്? ദോസ് കപ്സ് ആർ ഫോർ rupees 600. ഈ പാവാട 500 രൂപയാണ്. ദിസ് സ്കേർട്ട് ഈസ് ഫോർ rupees 500. കണ്ടോ, വളരെ സിമ്പിൾ ആയി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക, ഇനി എന്നെ കൊണ്ട് കഴിയുമ്പോൾ എനിക്ക് GCC കൺട്രി പോലുള്ള രാജ്യങ്ങളിലേക്ക് എത്തിപ്പെട്ട് അത്യാവശ്യത്തിന് നല്ലൊരു ജോബ് കിട്ടണമെങ്കിൽ അത്യാവശ്യത്തിന് ഇംഗ്ലീഷ് അറിയണമല്ലോ, എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയില്ലല്ലോ, എനിക്ക് പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ വളരെയധികം എന്താ പറയാ, ഓരോ ആളുകൾക്കും ഓരോ സംശയങ്ങളായിരിക്കും, ഇനി എനിക്ക് പഠിയുമോ എന്നൊക്കെ അല്ലേ. മൈ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് അനായാസമായി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് അപ്പിന്റെ ഓരോ ദിവസമുള്ള ക്ലാസ് നിങ്ങൾ എടുത്തു കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.